കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതേയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം ഭാവത്തിൽ
ഈശോ നോക്കുന്നു സ്നേഹത്താൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനം ശ്രവിക്കാനായിട്ട് ദൈവം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നടത്തി തരും എന്ന പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ വചനം ശ്രവിക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 29-ാമത്തെ തിരുവചനം, എൻ്റെ വചനം അഗ്നി പോലെയാണ്, പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. എൻ്റെ വചനം അഗ്നിയാ, കത്തിച്ച് കളയും ആവശ്യമില്ലാത്തതിന്. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. അതായത് എത്ര വലിയ കടുകട്ടിയുള്ള പാറ പോലെയുള്ള ഹൃദയമുള്ളൊരു വ്യക്തിയാണോ ഞാൻ, എൻ്റെ ആ ഹൃദയത്തെ ഈ വചനം കൊണ്ട് തകർത്ത് മാംസളമായ ഹൃദയം തരാനായിട്ടാണ് ദൈവം ഈ തിരുവചനം ശ്രവിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ആയിരിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന തിരുവചനം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. അതിൽ വചനം എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് നുകം വെച്ചിട്ടുണ്ട്. ആ നുകം എടുത്തു മാറ്റാൻ ആർക്കും സാധ്യമല്ല. എൻ്റെ ജനം, ആ വചനത്തിൻ്റെ ഒരു വ്യാപ്തി നോക്കിയേ. എൻ്റെ ജനം, എൻ്റെ മക്കൾ, എൻ്റെ പൊന്നുമക്കൾ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ മക്കൾ, ഞാൻ പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന എൻ്റെ സ്വന്തം ജനം, എൻ്റെ ജനം, എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് നുകം വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവർക്കൊരു ഭാരം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഞാൻ ചില തടസ്സങ്ങൾ അനുവദിച്ച്. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് നുകം വെച്ചിരിക്കുന്നു. ആ നുകം എടുത്തു മാറ്റാൻ ഈ ലോകത്തൊരു ശക്തിക്ക് സാധ്യത. പ്രിയപ്പെട്ടവർ, എവിടെ വേണമെങ്കിൽ പോയിക്കോ, ദൈവം വെച്ച നുകം ദൈവത്തിന് മാത്രമേ എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. കർത്താവ് അനുവദിച്ചൊരു തടസ്സം കർത്താവിന് മാത്രമേ എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. നീ വേറെ ഏത് പോംവഴി നോക്കിയിട്ട് പരാജയപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണോ? ഈ തടസ്സം മാറാൻ, ഈ തമ്പുരാൻ്റെ മുമ്പിലുള്ള ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് മാറാൻ നീ മറ്റെന്ത് പോംവഴി ചെയ്തോ? ദൈവം എന്താ പറഞ്ഞ്? എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് നുകം വെച്ചിട്ടുള്ളത്. ആ നുകം എടുത്തു മാറ്റാൻ ആർക്കും പറ്റില്ല. ദൈവം വെച്ചത് ദൈവം എടുത്തു മാറ്റും. ഞാൻ മുറിവേൽപ്പിക്കും, ഞാൻ തന്നെ വെച്ച് കെട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയ ജനമേ, നമ്മളൊന്ന് ചിന്തിക്കുക. ഈ നിമിഷം ഞാനും നിങ്ങളൊക്കെ എന്താ ഈ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ മാറാത്ത? എന്താ ഈ പ്രശ്നങ്ങൾ മാറാത്ത? എന്താ ഈ കടബാധ്യത മാറാത്ത? എന്താണ് എപ്പോഴും ഒരു അസ്വസ്ഥത? എന്താ ജീവിതത്തിൽ ഒരു ആനന്ദമില്ലാത്ത? എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് ഞാൻ നുകം വെച്ചിരിക്കാം. ഈ നുകത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ജോലി തടസ്സം, ഈ വിവാഹം കഴിയാനുള്ള തടസ്സം, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആ വീട് വിൽക്കാനുള്ള തടസ്സം, ആ വസ്തു വാങ്ങാനുള്ള തടസ്സം, ഒരു വീട് പണിയാനുള്ള തടസ്സം, അറിയില്ല ദൈവമേ, എപ്പോഴും ഒരു തടസ്സങ്ങൾ. എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളുമായിട്ടാണ് വിവാഹത്തിലേക്ക് കടന്നു വന്ന്. എന്താ ഈ തടസ്സം മാറാത്ത? എന്നും കഷ്ടപ്പാട്, എന്നും രോഗപീഠകൾ, എന്നും പ്രയാസങ്ങൾ, എന്നും തകർച്ചകൾ. ഏത് ബിസിനസ് ചെയ്താലും തകർച്ച, ഏത് ജോലിയിൽ പ്രവേശിച്ചാലും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. എന്താ ഇത് മാറാത്ത? എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, ഞാൻ അവർക്ക് നുകം വെച്ചിട്ടുണ്ട്. ആ നുകം ദൈവം എടുത്തു മാറ്റാൻ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി എന്ന ദൈവം ഈ വചനത്തിലുള്ള അർത്ഥമാക്കുന്നത്. ദൈവത്തെ വിട്ടകലാതിരിക്കുക പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഉപേക്ഷിക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയുമെന്ന ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദൈവത്തെ വിട്ടകലുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതും. തമ്പുരാനില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി, നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു തീർത്തോ, ദൈവത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നു. അതല്ലേ കർത്താവ് പറഞ്ഞ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എളിമപ്പെടാം, ദൈവത്തെ വിട്ടകലാതെ ഇരിക്കാം. ഈ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ തമ്പുരാനിലേക്ക് തിരിച്ചു വരാനായിട്ട്, ഈ ദൈവത്തെ കണ്ടെത്താനായിട്ട്. പ്രിയ ജനമേ,
സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് 22-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനം. നമുക്കറിയാം ബാലാം ഒരു പ്രവാചകനായിരുന്നു. ഈ ബാലാം പ്രവാചകനോട് ബാലാക്ക് എന്നൊരു രാജാവ് വന്നിട്ട് പറഞ്ഞു, രാജാവ് ആളയച്ചിട്ട് പറഞ്ഞു, പ്രവാചക, ഇസ്രായേൽ ജനത്തെ വന്ന് നീ ശപിക്കണം, അപ്പോൾ അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. രാജാവ് ആളെ അയച്ച് പറഞ്ഞു, ബാലാം പ്രവാചകനോട് ഇവർ ചെന്നിട്ട് പറഞ്ഞു, ബാലാക്ക് എന്ന രാജാവ് പറയാണ്, അങ്ങ് വരണം, എന്നിട്ട് ഇസ്രായേൽ ജനത്തൊന്ന് ശപിക്കണം. ഒരു പ്രവാചകൻ ശപിക്കാൻ പാടുണ്ടോ? ആരും ശപിക്കാൻ പാടില്ല. നീ ശപിക്കുന്ന ശാപം നിൻ്റെ മേൽ തന്നെ പതിക്കാൻ ഇടയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നീ ശപിക്കരുത്, അനുഗ്രഹിക്കണം. മാതാപിതാക്കളും മക്കളെ ശാപവാക്ക് പറയരുത്. അതുകൊണ്ട് മനസ്സ് വേദനിച്ചാൽ അമ്മയപ്പനൊന്ന് ശാപവാക്ക് പറയരുത്. ഒരു പ്രവാചകൻ ശപിക്കാൻ പാടുണ്ടോ? ഇവിടെ ബാലാം പ്രവാചകനോട് ബാലാക്ക് എന്ന രാജാവ് വന്നിട്ട് പറഞ്ഞു, ശപിക്കാനായിട്ട് എൻ്റെ കൂടെ ഈ ആളുകളുടെ കൂടെ വരണം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് തങ്ങ് ഇവിടെ, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ. നല്ല കാര്യം. അന്ന് രാത്രി ബാലാം പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് ആളെ വിട്ടിട്ടുണ്ട് രാജാവ്, ഞാൻ പോയിക്കോട്ടെ? ദൈവം പറഞ്ഞു, പോകരുത്, ശപിക്കാൻ പാടില്ല, പോകരുത്. ബാലാം പ്രവാചകൻ നേരം വെളുത്തപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാൻ വരില്ല, ദൈവം വിലക്കിയിട്ടുണ്ട്. ഓക്കെ. ഇത് ചെന്ന് അവർ രാജാവിനോട് പറഞ്ഞു. രാജാവ് പിറ്റേന്ന് എന്ത് ചെയ്തു? അവരെക്കാൾ ശ്രേഷ്ഠരായ ആളുകളെ, ഒത്തിരി മഹത്വമാർന്ന ആളുകളെ പറഞ്ഞു വിട്ടു. ഇവർ വന്നാൽ പ്രവാചകൻ വരില്ലോ. ഇവർ വന്ന് പ്രവാചകനോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ അങ്ങ് വരണം. അതും പറഞ്ഞു, നിങ്ങളോട് തങ്ങ്, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ. ഒരു തവണ ദൈവത്തോട് ചോദിച്ചു, ദൈവം നോ പറഞ്ഞു. അന്നും പറഞ്ഞു, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ. അന്ന് രാത്രി തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന്, ദൈവമേ ഞാൻ പോട്ടെ. ദൈവം എന്താ പറഞ്ഞത്? അങ്ങ് ചെല്ലാൻ പറഞ്ഞു. അങ്ങ് ചെല്ല്. അങ്ങനെ ഒരു കഴുതയുടെ പുറത്ത് ബാലാം പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പോവാട്ടോ. പോകുന്ന വഴിക്ക് വയലിലൂടെ പോവാം. ആ വയൽ വരമ്പത്ത് ഊരിയ വാളുമായി ദൈവത്തിൻ്റെ ദൂതൻ തടസ്സം നിന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ദൈവം തടസ്സം നിൽക്കും. ദൈവമക്കളെ, ദൈവം അനേകം തവണ നമ്മുടെ മനസ്സിൽ പറയും, അരുത് അരുത്. ഊരിയ വാളുമായി ദൈവത്തിൻ്റെ ദൂതൻ ആ വയൽ വരമ്പിൽ തടസ്സം നിന്നു. ഈ ദൂതനെ കണ്ട ഉടനെ കഴുത എന്ത് ചെയ്തു? കഴുതയുടെ പുറത്ത് ബാലാം പ്രവാചകൻ ഇരിക്കുക. കഴുത വയലിലേക്ക് എടുത്ത് ചാടി. എന്ത് സംഭവിച്ചു? പ്രവാചകൻ വീണു. ഉടനെ ബാലാം പ്രവാചകൻ എഴുന്നേറ്റ് ഈ കഴുതയെ അടിച്ചു. ആദ്യത്തടി. വീണ്ടും പോവാണ്. ഇങ്ങനെയാണ് വചനം എഴുതി വച്ചിരിക്കുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇരുഭാഗവും മതിൽ കെട്ട്, കൽമതിലുകൾ, അതിൻ്റെ ആ ഇടയിലൂടെ പോകുന്ന വഴിക്ക് 2 കാല് പുറത്തേക്ക് ഇട്ടിരിക്കുക പ്രവാചകൻ കഴുതയുടെ പുറത്ത്. ഊരിയ വാളുമായിട്ട് രണ്ടാമതും ദൈവം തടസ്സം നിന്നു. ദൈവദൂതൻ വാളുമായിട്ട് കഴുതയുടെ മുമ്പിൽ നിന്നു. കഴുത മാത്രമേ ഇത് കാണുന്നുള്ളൂ, പ്രവാചകൻ കാണുന്നില്ല. പ്രവാചകൻ അറിയുന്നില്ല, പ്രവാചകൻ മനസ്സിലാക്കുന്നില്ല. പ്രവാചകൻ്റെ ആന്തരിക നേത്രങ്ങൾ അടഞ്ഞിരിക്കുക. പ്രിയജനമേ, എന്തുണ്ടായി? കഴുത ഈ ഊരിയ വാളുമായി നിൽക്കുന്ന ദൈവദൂതനെ കണ്ടപ്പോൾ ഈ സൈഡിലൂടെ ഇങ്ങനെ നടന്നു. എന്തുണ്ടായി? കാല് 2 ഭാഗത്തിട്ടിരിക്കല്ലേ, ഈ കാല് ആ കൽമതിൽ, ആ മതിലിൽ ഉരഞ്ഞു. പ്രവാചകൻ രണ്ടാമതടിച്ചു കഴുതയെ. വീണ്ടും പോവാണ്. ഇടം വലം തിരിയാൻ പറ്റാത്ത ഇടുങ്ങിയ ഒരു വഴിയിലൂടെ പ്രവാചകനെ പുറത്തേറ്റി കഴുത നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇടം വലം തിരിയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ വഴിയിൽ പ്രവാചകൻ്റെ ആ യാത്രയിൽ ദൈവദൂതൻ ഊരിയ വാളുമായിട്ട് ആ കഴുതയുടെ മുമ്പിൽ നിന്നു. പ്രിയപ്പെട്ടവരെ, ആ വഴി തടസ്സപ്പെടുത്താൻ ഉടനെ കഴുത എന്ത് ചെയ്തു? അവിടെ കിടന്നു. കഴുതയുടെ അവസാനത്തെ സൂത്രപ്പണി അവിടെ കിടന്നു. പ്രിയമക്കളെ, ഉടനെ പ്രവാചകൻ 3ാമത് അടിച്ചു തൻ്റെ കഴുതയെ. ദൈവം കഴുതയ്ക്ക് സംസാരശേഷി കൊടുത്തു എന്ന വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. കഴുത സംസാരിക്കാൻ തുടങ്ങി. എന്തിനാണ് നീ എന്നെ അടിച്ചത്? ഇന്ന് വരെ നീ പറഞ്ഞതനുസരിക്കാത്തൊരു കഴുതയാണോ ഞാൻ? ഇന്ന് വരെ നീ പറയുന്നതിനെതിരെ ഞാൻ നിന്നിട്ടുണ്ടോ? എന്തിനാ എന്നെ അടിച്ച്? പ്രവാചകൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു, അടിച്ചത് എന്തിനാണെന്നോ? എൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെട്ടിക്കളഞ്ഞേനെ, ഞാൻ നിന്നെ കൊന്നുകളഞ്ഞേനെ. എൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ യാത്ര മുടക്കി. ഒരു തവണ ഞാൻ വയലിൽ വീണില്ലേ, എൻ്റെ കാലൊരഞ്ഞില്ലേ 2ാമത്തെ തവണ. ഇപ്പം നീ കിടന്നിരിക്കുക യാത്ര മുടക്കിയിട്ട്. എൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളഞ്ഞാൽ. എനിക്ക് അത്ര ദേഷ്യമായി. നീ എന്താ എൻ്റെ ജീവിതം തടസ്സപ്പെടുത്തിയ? നീ എന്താ യാത്രയിൽ വഴി മുടക്കിയ? കഴുത കണ്ടു ദൈവദൂതനെ
എന്നാൽ ബാലാം പ്രവാചകൻ കണ്ടില്ല. കഴുതയ്ക്ക് സംസാരശേഷി കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴുത പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ബാലാം പ്രവാചകൻ്റെ കണ്ണ് ദൈവം തുറന്നു എന്നാണ് പറയുന്നത്. ബാലാം പ്രവാചകൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നു. കണ്ണുണ്ടായിട്ടും നീ കാണുന്നില്ലെന്ന് വചനത്തിൽ പറയുന്നില്ലേ? ആന്തരിക നേത്രം വേണം ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവത്തെ കാണാനായിട്ട്. പ്രിയ മക്കളെ, ബാലാമിന് ദൈവം കാഴ്ച കൊടുത്തു എന്ന് പറയുന്നത്. ബാലാം കണ്ടു ഊരിയ വാളുമായി ദൈവദൂതൻ വഴിയിൽ തടസ്സം നിൽക്കുന്നത്. ഉടനെ ദൈവദൂതൻ ചോദിച്ചു, എന്തിനാ നീ കഴുതയടിച്ച്? എന്തിനാ നീ ചുമ്മാ പാവത്തിനടിച്ച്? ആ പാവമാണോ നിൻ്റെ വഴി തടസ്സപ്പെടുത്തിയത്? ആ പാവമാണോ നിൻ്റെ ജീവിതത്തിലെ ആ നന്മകളെല്ലാം വെട്ടിച്ചുരുക്കിയത്? ആ പാവമാണോ നിനക്ക് തടസ്സം നിന്ന്? എന്തിനാ നീ കഴുതയടിച്ച്? സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് ദൈവദൂതൻ ചോദിച്ച്, ഇങ്ങനെയാണ് ദൈവദൂതൻ പറഞ്ഞ്, നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ, നീ ഒരു ബോധമില്ലാത്ത യാത്രയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ജീവിതത്തിലെ ചില തടസ്സങ്ങൾ, നമ്മൾ വിവേകമില്ലാതെ പോകുന്ന വഴികളിൽ ദൈവം തടസ്സം നിൽക്കുക. ദൈവമക്കളെ, ദൈവദൂതൻ ഊരിയ വാളുമായിട്ട് നിൻ്റെ ജീവിതത്തിൽ തടസ്സം നിന്നിരിക്കുക. എൻ്റെ ജീവിതത്തിലും തടസ്സം നിന്നു ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പഠിപ്പ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് വിദേശത്ത് പോകണം, നല്ല ജോലി വേണം, വലിയൊരു ബംഗ്ലാവ് പണിയണം, വലിയൊരു വീട് പണിയണം, നല്ലൊരു കാറ് വാങ്ങണം, ആഡംബരമായിട്ട് ജീവിക്കണം. എൻ്റെ സ്വപ്നമായിരുന്നു പണ്ട്, എൻ്റെ ചിന്തയായിരുന്നു. ഞാൻ അതിനു വേണ്ടി കുറേ ട്രൈ ചെയ്തു. എനിക്ക് പോകാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവർ, എനിക്ക് പോകാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് എൻ്റെ ദൈവം എന്നെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അന്ന് എൻ്റെ യാത്ര ദൈവം തടസ്സപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, അന്ന് എനിക്ക് വിദേശത്തൊരു ജോലി തന്ന് വലിയ ആഡംബരമായിട്ട് ലോകത്തിന് അനുരൂപനായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ, കർത്താവിൻ്റെ ഈ മധുരമേറിയ സുവിശേഷം ഈ നാനാജാതി മതസ്ഥരുടെ മുമ്പിൽ നിന്ന് ഈ അന്യരാജ്യങ്ങളിൽ പോയി, ഈ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും പോയി ആദിവാസികളായ പാവങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ ദൈവവചനം കേൾപ്പിക്കുവാൻ, ഈ വചനം പ്രസംഗിക്കുവാൻ എൻ്റെ ദൈവം എന്നെ ഒരുക്കില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അന്നത്തെ ആ തടസ്സത്തിന് ഞാൻ നന്ദി പറയാം. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിച്ച പോലെ ഉയരാൻ പറ്റിയില്ലേ? നീ ചിന്തിച്ച പോലെ കാര്യങ്ങളൊന്നും വന്നില്ലേ? എന്തെങ്കിലും രോഗങ്ങളും പ്രശ്നങ്ങളുണ്ടോ ജീവിതത്തിൽ? കഷ്ടപ്പാടുണ്ടോ? തടസ്സങ്ങളുണ്ടോ? സ്നേഹത്തിൻ്റെ അടയാളമാണ് മക്കളെ ദൈവത്തെ വിട്ടുപോകാതിരിക്കാനായിട്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 21:10, പാപിയുടെ പാത കല്ല് പാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ അവസാനം പാതാളത്തിലാണ്. പാപിയുടെ പാത കല്ല് പാകി മിനുസപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അത് അവസാനിക്കുന്നത് പാതാളത്തിലാണെന്ന് പാപിക്കറിയില്ല. ഈ തിന്മ ചെയ്തും ഈ മ്ലേച്ഛത ചെയ്തും മറ്റുള്ളവരെ വേദനിപ്പിച്ചും സോഷ്യൽ മീഡിയയിലും മറ്റും സഭയെ താറടിച്ചും ആ സഭയിൽ നിന്ന് ഉയർന്നു വന്ന അനുഗ്രഹം കൊണ്ട് നീ ഇന്ന് വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയായി, നിനക്ക് നല്ല ജോലി കിട്ടി, സാമ്പത്തികമായിട്ട് നിന്നെ ഉയർത്തിയപ്പോൾ വന്ന വഴികളെല്ലാം മറന്ന് ഇന്ന് സഭ വേണ്ട, ഇന്ന് കത്തോലിക്ക സഭ പൊട്ടയ, ഇന്ന് ദൈവം വേണ്ട, ഈശോ വേണ്ട, എൻ്റെ കഴിവ്, എൻ്റെ അധ്വാനം, എൻ്റെ മിടുക്ക് എന്നും പറഞ്ഞ് നീ ഈ തിന്മയിലേക്ക് നടക്കുന്ന പാത അതിൻ്റെ അവസാനം പാതാളമാണെന്ന് നീ തിരിച്ചറിയുന്നില്ലേ സണ്ണി? നീ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയുടെ അവസാനം പാതാളം. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ അവസാനം പാതാളത്തിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭീമാകാരമായി തുറന്നിട്ടുണ്ട്. ഇന്ന് പാതാളം തുറന്നിരിക്കുക, മനുഷ്യ മക്കൾ അതിൽ പെടുത്താൻ വേണ്ടിയിട്ട് സാത്താൻ തുറന്നിരിക്കുക. പാപിയുടെ പാത കല്ല് പാകി മിനുസപ്പെടുത്തിയിരിക്കുക. ആർത്തി പൂണ്ട പിശാച്ച്, അലമുറയിട്ട് നടക്കുന്ന സാത്താൻ തൻ്റെ പൊന്നുമക്കളെ വഴി തെറ്റിച്ച് സഭയ്ക്കെതിരായി, ദൈവിക സംവിധാനങ്ങൾക്കെതിരായി, വൈദികർക്കെതിരായി ഇന്നങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിലും മറ്റും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഏതോ ഒരു വൈദികനിൽ നിന്ന് തെറ്റുപറ്റി എല്ലാ വൈദികരും അങ്ങനെയാണ്, ഏതോ ഒരു സിസ്റ്ററിൽ നിന്ന് തെറ്റുപറ്റി എല്ലാ സിസ്റ്റേഴ്സ് അങ്ങനെയാണ്, ഏതോ ഒരു അപ്പൻ ഒരു മകളെ പീഡിപ്പിച്ചു എല്ലാ അപ്പന്മാരങ്ങനെയാണ്. ഇങ്ങനെ കാടടക്ക വെടിവെച്ചുകൊണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാവരെയും താഴ്ത്തിക്കെട്ടിയിട്ട് എത്രയോ ലക്ഷക്കണക്കിന് വൈദികരും സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് സഭയിൽ. എത്രയോ വിശുദ്ധരായ വൈദികർ, വിവാഹം വേണ്ട, കുടുംബം വേണ്ട,
ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ഡത്വം സ്വീകരിച്ച് എത്രയോ ദൈവമക്കൾ നല്ല നല്ല വൈദികർ സഭയിൽ ശുശ്രൂഷ ചെയ്ത് ആ വൈദികരുടെ അനുഗ്രഹവും ആ തമ്പുരാനുള്ള പ്രാർത്ഥനയൊക്കെ നിമിത്തം ഇന്ന് ദൈവം നിന്നെ ഉയർത്തി കഴിഞ്ഞപ്പോൾ ഇനി ദൈവം വേണ്ട, ഇനി കർത്താവ് വേണ്ട, ഇനി സഭ വേണ്ട എന്നും പറഞ്ഞ് നീ നിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ, ഇങ്ങനെ താറടിച്ച് അധിക്ഷേപിക്കുമ്പോൾ ഓർക്കുക, നിൻ്റെ വഴി പാതാളത്തിലേക്കുള്ള വഴിയാണ്. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ അവസാനം പാതാളത്തിൽ. എന്നാൽ നമ്മുടെ കർത്താവ് പാപിയുടെ മേലും നീതിമാൻ്റെ മേലും മഴ പെയ്യിക്കുന്ന ദൈവം, പാപികളെ സ്നേഹിക്കുന്ന ദൈവം, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ പാപികളെ തേടിയിട്ട് വന്നു. പാപികളെ തേടി വന്ന ദൈവം, ആ ദൈവം പാപിയെ ഉപേക്ഷിക്കാതെ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം കൊടുത്ത് അവൻ്റെ പാതാളത്തിലേക്കുള്ള വഴി മാറ്റിവിടും പ്രിയപ്പെട്ടവർ. എന്നിട്ട് പറയും, ഇതാണ് വഴി, ഇതിലെപ്പോ. ആ വഴി ഇടുങ്ങിയതായിരിക്കാം കേട്ടോ, ആ വഴി ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, അത് സ്വർഗത്തിലേക്ക് പ്രിയജനമേ. അതുകൊണ്ട് തളരരുത് കേട്ടോ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശപ്പെടരുത്. എന്തുകൊണ്ടാണ് ഈ വേദന? കർത്താവിലേക്ക് തിരിച്ചു വരണം നീ പ്രിയജനമേ. ധൂർത്തപുത്രൻ സ്വത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അപ്പനിൽ നിന്ന് ഓഹരി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കൂട്ടുകാരുമൊത്ത് പോയി പാതാളത്തിലേക്കുള്ള വഴിയിലേക്ക്. എന്നാൽ സ്നേഹനിധിയായ സ്വർഗീയ പിതാവ് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ചെന്നിടത്തെല്ലാം ഒരു തകർച്ച കൊടുത്തു. അവൻ്റെ സമ്പത്ത് കഴിഞ്ഞു, കൂട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് പോയി, ധൂർത്തനായി ജീവിച്ചെല്ലാം അവസാനിച്ചു. അവസാനം ഭക്ഷണത്തിന് വകയില്ലാതായി, അരിക്ക് മുട്ടി അവൻ ഒരു പൗരൻ്റെ അടുക്കൽ അഭയം തേടി. എത്രയോ പൗരന്മാർ ദാസന്മാരായി കഴിയുന്ന പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ പാതാളത്തിലേക്കുള്ള വഴി തേടിപ്പോയവനാ. എന്നാൽ അവൻ ഒരു പൗരൻ്റെ അടുക്കൽ ഒരു ജോലിക്ക് വേണ്ടി അഭയം തേടി. പൗരൻ കൊടുത്ത ജോലി എന്താ? പന്നികളെ മേയ്ക്കുന്ന ജോലി. പന്നികളെ മേയ്ക്കുന്ന ജോലി. പിതാവിൻ്റെ സമൃദ്ധിയിൽ നിന്ന് പോയ മകൻ്റെ ഒരു ദുരവസ്ഥ നോക്കണേ. പാതാളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു മകൻ്റെ ദുരവസ്ഥ നോക്കണേ. അവിവേകത്തോടെ യാത്ര ചെയ്ത ഒരു മകൻ്റെ ദുരവസ്ഥ നോക്കണേ. പ്രിയജനമേ, ആ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ സ്നേഹനിധിയായ ദൈവം ആ പാതാളത്തിൻ്റെ വാതിൽ അടയ്ക്കാൻ വേണ്ടി, അവനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി അവന് ദൈവം കൊടുത്തു ഒരു വേദന. എന്തായിരുന്നു വേദന? പന്നി തിന്നുന്ന തവിട് പോലും അവന് കിട്ടിയില്ല. ഒരു പന്നിയുടെ വില പോലും ആ മകന് കിട്ടിയില്ല. ദൈവത്തിൽ നിന്ന് അകലുന്നൊരു വ്യക്തി, അവൻ കുറേയൊക്കെ കുതിച്ചുയർന്നോട്ടെ, അവസാനം അവൻ്റെ അവസ്ഥ ഒരു പന്നിയുടെ വില പോലും കിട്ടിയില്ല അവൻ ഓർത്തു അവിടെ വെച്ച്, ദൈവമേ, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ വേലക്കാർ പോലും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഞാനിവിടെ വിശന്ന് മരിക്കുക, ഞാനിവിടെ വേദനിച്ച് കഴിയാം, ഞാനിവിടെ തകർന്നു കഴിയാം. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് നുകം വെച്ചു. ആ നുകം എടുത്തു മാറ്റാൻ ആർക്കും പറ്റിയില്ല. കൂട്ടുകാരാരുമില്ല, അവൻ്റെ കൂടെ നടന്ന് തിന്ന് മതിച്ചവരാരുമില്ല. പൈസ ഉണ്ടായ സമയത്ത് അവൻ്റെ കൂടെ ആഘോഷിച്ച് വന്ന് മറ്റുള്ളവർക്കെതിരായിട്ട് ജീവിക്കാൻ സഹായിച്ചവരാരുമില്ല. പ്രിയമക്കളെ, ഒറ്റപ്പെട്ടു പോയി. ഞാൻ വെച്ച നുകം ഞാൻ തന്നെ എടുത്തു മാറ്റും. അവന് സുബോധം വന്നു കേട്ടോ. അവന് വിവേകത്തിൻ്റെ ഒരു അഭിഷേകം ദൈവം കൊടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണത്, വിവേകം. അവൻ ഓർത്തു, അപ്പൻ്റെ അടുത്ത് വേലക്കാർ പോലും സുഭിക്ഷതയുണ്ട്, ഞാൻ വിശന്നു മരിക്കാം. അവൻ ചെന്നു പിതാവിൻ്റെ അടുക്കിലേക്ക്. പിതാവാകട്ടെ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ രൂപത്തിൽ, പിതാവാകട്ടെ മട്ടുപ്പാവിൽ തൻ്റെ ഇറങ്ങിപ്പോയ മകനെ നോക്കിക്കൊണ്ടിരിക്കുക. പാതാളത്തിലേക്ക് പോയ, പാതാളം ആർത്തി കൊണ്ടിരിക്കുക. ആർത്തി കൊണ്ട പാതാളത്തിൻ്റെ വായിൽ പെടാനായിട്ട് ഇറങ്ങി തിരിച്ച മകനെ നോക്കിയിരിക്കുന്ന, ദൂരേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരപ്പൻ, സ്നേഹനിധിയായ ദൈവം. പ്രിയപ്പെട്ടവരെ, സ്നേഹനിധിയായ അപ്പൻ ഒന്നും ചോദിച്ചില്ല, ചെന്ന് കെട്ടിപ്പിടിച്ചു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു, മകനായി സ്വീകരിച്ചു, കാലിൽ ചെരിപ്പണിയിച്ചു, കയ്യിൽ മോതിരമണിയിച്ചു. എന്നിട്ട് തൻ്റെ ദാസരോട് പറഞ്ഞു, കൊഴുത്തതിനെ നോക്കിക്കൊല്ല്, കൊഴുത്തതിനെ നോക്കിക്കൊല്ല്. എൻ്റെ മകൻ പട്ടിണി കിടന്നാ വരുന്നതെന്ന് അപ്പൻ തിരിച്ചറിഞ്ഞു. മക്കളെ, കൊഴുത്തതിനെ നോക്കിക്കൊന്നു. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, അതിലിങ്ങനെയാണ് ദൈവവചനം പറയുന്നത്: നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിൻ്റെ തരി പോലും ഇല്ലാതാക്കി. എന്നിട്ടും എന്തേ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല? ദൈവം ചോദിക്കുക. കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി,
ഒരു നഗരത്തിൽ മഴ പെയ്ച്ചപ്പോൾ മറ്റൊരു നഗരത്തിൽ മഴ പെയ്ച്ചില്ല. ഒരു വയലിൽ മഴ പെയ്ച്ചപ്പോൾ മറ്റൊരു വയൽ മഴ കിട്ടാതെ വരണ്ടുപോയി. 2 or 3 നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റ് നഗരങ്ങളിലേക്ക് പോയി. അവിടെ അവർക്ക് തൃപ്തിയാവോളം ലഭിച്ചില്ല. എന്നിട്ടും എന്തേ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല? സസ്യങ്ങളെ ഉണക്കുന്ന പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും കാറ്റ് വീഴ്ചകൾ കൊണ്ടും ഞാൻ നിങ്ങളെ പ്രഹരിച്ചു. അത്തിവൃക്ഷവും മുന്തിരിത്തോട്ടവും ഫലശൂന്യമായി. മറ്റ് സകലതും വെട്ടുകിളികൾ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല. ദൈവമായ കർത്താവ് ചോദിക്കുക, ഈ ഒരു മടങ്ങി വരവിന് വേണ്ടിയാണ് ദൈവം ചില തടസ്സങ്ങൾ അനുവദിക്കുന്ന പ്രിയപ്പെട്ടവരെ. നമ്മെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, നമ്മെ വെറുത്തിട്ടല്ല പ്രിയപ്പെട്ടവരെ, നമ്മോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ആ സ്നേഹനിധിയായ പിതാവിനറിയാം എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരു തടസ്സമോ ദുഃഖമോ വേദനയോ രോഗമോ അനുവദിച്ചില്ലെങ്കിൽ പാതാളത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. എൻ്റെ മക്കൾ സ്വർഗത്തിൽ പോകണം. നിങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അതിനുവേണ്ടി നിങ്ങളെ വിശുദ്ധീകരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സം തന്നിരിക്കുക. പ്രവാചകൻ്റെ യാത്ര വിവേകശൂന്യമായതുകൊണ്ട് ഇതാ ഊരിയ വാളുമായി തടസ്സം നിന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന തടസ്സങ്ങൾക്ക് നന്ദി പറയാം കേട്ടോ. സങ്കടപ്പെടുകയൊന്നും വേണ്ട, ആകുലപ്പെടുകയൊന്നും വേണ്ട. കർത്താവ് നടത്തി തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം, ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കാം. എല്ലാ തടസ്സങ്ങളോർത്ത് നന്ദി പറയട്ടെ, കണ്ണുനീരോടെ നന്ദി പറയട്ടെ. സാരില്ല ദൈവമേ, എനിക്ക് പരാതിയില്ല, എനിക്ക് നീ മാത്രം മതി, നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. എൻ്റെ ജീവിത തടസ്സങ്ങളെല്ലാം നന്മയ്ക്കാണല്ലോ. പിതാവെ കനിയണമേ, യേശുവെ കൃപയാൽ നിറയ്ക്കണേ, പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. നിരാശയുടെ ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കാം. കത്തോലിക്ക സഭയോട് ചേർന്ന്, വൈദികരോട് ചേർന്ന്, സിസ്റ്റേഴ്സിനോടും അൽമായ സഹോദരങ്ങളോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. നാനാജാതി മതസ്ഥനെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ